നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ. നമ്മളിന്ന് ചെയ്തിരിക്കുന്ന ഈ വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ മെയ് 30, 31, ജൂൺ 1, 2 തീയതികളിലായിട്ട് CPO WCPO ട്രെയിനിങ്ങിനായിട്ട് കയറിയ നമ്മുടെ ഇതിനു മുമ്പ് ലിസ്റ്റിലുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ട്രെയിനീസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇപ്പം നിലവിലെ ലിസ്റ്റുകാർ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതും അല്ല അഡ്വൈസ് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡൗട്ടുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി വരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ ലിസ്റ്റ് 530/2019 അഡ്വൈസ് കാര്യങ്ങളെല്ലാം പോയി കുറച്ച് പേരെ ട്രെയിനിങ്ങിന് വിളിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞു മാക്സിമം എത്രത്തോളം അഡ്വൈസ് പോയി, എത്രത്തോളം ആൾക്കാർക്ക് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം എന്നാന്ന് വെച്ചാൽ, പുതിയ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പുതിയ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ നിയമനം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വർക്കുകളും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളെല്ലാം ഊർജ്ജസ്വലമായിട്ട് നടന്നു പോകുന്നതുമുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 530/2019 അതിന് ട്രെയിനിങ്ങിന് കയറിയ ആൾക്കാരിൽ ഏകദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏകദേശം 25% ആൾക്കാർ മാത്രമേ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൂ, WCPO ഉൾപ്പെടെ. അപ്പോൾ ഇനി എത്രത്തോളം ആൾക്കാർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങാനുണ്ട്, അപ്പം ക്യാമ്പിലെ നിലവിലെ വേക്കൻസികൾ എത്രത്തോളം ആണ്, അല്ലെങ്കിൽ ക്യാമ്പിൽ എത്രത്തോളം ഒഴിവുണ്ട്, അപ്പം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പുതിയ ലിസ്റ്റുകാർക്ക് കിട്ടേണ്ട വേക്കൻസികൾ നമുക്കറിയാം. റിട്ടയർമെൻറ്റ്, ക്യാമ്പ് ഡ്രോപ്പ്, അതിലായ TP വേക്കൻസി, ഇത് മാത്രമേ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അത് ഈ ഒരു വർഷത്തെ മാത്രം റിട്ടയർമെൻറ്റും കാര്യങ്ങളും മാത്രം. അപ്പോൾ അത് വെച്ചിട്ട് കഴിഞ്ഞ ലിസ്റ്റുകാർ എത്രത്തോളം പേര് ട്രെയിനിങ്ങിന് കയറി കംപ്ലീറ്റ് ചെയ്തു, ഇനി എത്രത്തോളം ആൾക്കാർ ഇറങ്ങാനുണ്ട് എന്നുള്ളൊരു കണക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനനുസരിച്ചായിരിക്കും നമുക്ക് ക്യാമ്പ് ഡ്രോപ്പ് വരുന്നത്. അതായത് നിലവിൽ എത്ര പേര് ക്യാമ്പുണ്ട്, അല്ലെങ്കിൽ ക്യാമ്പിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങൾ എത്രത്തോളമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇനി നിയമനങ്ങളും അതിനനുസരിച്ച് നടക്കുമെന്നാണ് നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്ന അറിവുകളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അത് ബേസ് ചെയ്ത് എങ്ങനെയാണ് എത്രത്തോളം കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ട്രെയിനിങ്ങിന് കയറി, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ടേബിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടേബിളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ട്രെയിനിങ്ങിന് റിപ്പോർട്ടായത് ഫസ്റ്റ് റൗണ്ട് അഡ്വൈസ് പോയപ്പോൾ റിപ്പോർട്ടായ ആൾക്കാരുടെ കൗണ്ട്, എത്രത്തോളം ആൾക്കാർ ട്രെയിനിങ്ങിന് അവിടെ റിപ്പോർട്ടായി എന്നുള്ളത്, പിന്നെ എത്ര കമ്പനിയായിട്ട് ഇത് തിരിച്ചിട്ടുണ്ടെന്നുള്ളത്, ഓരോ ബറ്റാലിയൻ തിരിച്ചിട്ട് എത്ര കമ്പനിയായിട്ട് വിവിധ ബറ്റാലിയൻ ആൾക്കാരെ തിരിച്ചിട്ടുണ്ടെന്നും, പിന്നെ മൂന്നാമതായിട്ട് എത്ര പേര് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഈ ഒരു മാസം ആദ്യവും കഴിഞ്ഞ മാസം അവസാനമായിട്ടുള്ള ഇറങ്ങിയേക്കുന്ന അവരുടെ ഒരു കണക്ക്, പിന്നെ ടോട്ടൽ എത്ര ട്രെയിനീസാണ് ഇനി ട്രെയിനിങ്ങിന് വേണ്ടി ഇതുവരെ അഡ്വൈസ് പോയൊരു ടോട്ടൽ കണക്ക്, അതായത് എത്ര പേര് ട്രെയിനിങ്ങിന് യോഗ്യരാണെന്നുള്ളതിൻ്റെ ടോട്ടൽ കണക്ക്. അതായത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുള്ളതായിരുന്നു. അത് കൂടാണ്ട് ലാസ്റ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നിലവിൽ പാസിങ് ഔട്ട് കഴിഞ്ഞ് ഇറങ്ങി, അല്ലെങ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയവരുടെ ആ ഒരു കണക്ക് കുറച്ചിട്ട് ഇനി എത്ര പേര് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാനുണ്ട് എന്നുള്ളതാണ് ഈ ബാലൻസ് ഓഫ് ട്രെയിനിങ് എന്നുള്ള ലാസ്റ്റ് കോളത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തവരുടെ കണക്ക് ഫസ്റ്റ് ലിസ്റ്റ്, അതായത് ഫസ്റ്റ് റൗണ്ട് അഡ്വൈസ് പോയി. ഇതിന് ശേഷം നമുക്കറിയാം ഫസ്റ്റ് റൗണ്ട് അഡ്വൈസ് പോയതിന് ശേഷം സെക്കൻഡ് റൗണ്ട് അഡ്വൈസ് പോകാറുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ലിസ്റ്റ് വന്നത്. അപ്പോൾ അതും കൂടെ ഞാനിത് ആഡ് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റുന്നുണ്ട്. അത് ഈ ടേബിൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ ടേബിളിൻ്റെ ലാസ്റ്റ് നമ്മൾ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് SAP MSP KP1 KP2 3 4 5 WCPO ഉൾപ്പെടെ ടോട്ടൽ 2681 പേരാണ് ഫസ്റ്റ് ട്രെയിനിങ്ങിന് റിപ്പോർട്ട് ചെയ്തത്. ഈ ട്രെയിനിങ്ങിനായിട്ട് അവർ യോഗ്യരായിട്ട് നിന്ന് അത് അവരെ നമ്മൾ തിരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വിവിധ ബറ്റാലിയനായിട്ട് തിരിച്ചിരിക്കുന്ന അവരുടെ കമ്പനിയുടെ കണക്ക് ടോട്ടൽ 18 കമ്പനിയായിട്ട് തിരിച്ചു. അതായത് SAPയിൽ 2 കമ്പനി, MSPയുടെ 3 കമ്പനി, KP1 3, KP2 2 കമ്പനി, KP3 3 കമ്പനി, KP4 2 കമ്പനി, KP5 1 കമ്പനി, WCPO 2 കമ്പനി, അങ്ങനെ 18 കമ്പനിയായിട്ടാണ് ഇവരെ ട്രെയിനിങ്ങിനായിട്ട് തിരിച്ചത് ക്യാമ്പിൽ. അതിനുശേഷം കഴിഞ്ഞ ഞാൻ പറഞ്ഞു ഈ മെയ് മാസം ലാസ്റ്റും ജൂൺ ആദ്യമായിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത കണക്കെന്ന് പറഞ്ഞാൽ SAPയിൽ 192, MSP 306, KP1 230, KP2 197, KP3 306, KP4 173, KP5 158, WCPO 290. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം, അത് വിരലിൽ എണ്ണാവുന്ന കണക്കുകൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ വലിയ രീതിയിൽ
ഇതിനകത്ത് വേരിയേഷൻ വരാനുള്ള ചാൻസുകളില്ല. പിന്നെ അടുത്ത കോളത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ടോട്ടൽ ട്രെയിനീസിൻ്റെ കണക്ക്, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ട്രെയിനിങ്ങിന് വേണ്ടി റെഡി ആയി എന്നുള്ളത്. അത് ടോട്ടൽ അഡ്വൈസിൻ്റെ ബേസ് ചെയ്തുള്ള. അത് SAP 712, MSP 857, KP 1 644, KP 2 676, KP 3 814, KP 4 642, KP 5 426, WCP 815. അങ്ങനെ 5622 പേരാണ് ട്രെയിനിങ്ങിനായിട്ട് റിപ്പോർട്ടായത് ടോട്ടൽ കൗണ്ട്. അതിൽ 1852 പേര് പാസ് ഔട്ടായി. കഴിഞ്ഞ മാസം അവസാനം ഈ മാസം ആദ്യമായിട്ട് പാസ് ഔട്ടായി. ഇനിയിപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളെല്ലാം നടത്തിയതിൻ്റെ ഫലമായി നമുക്ക് കിട്ടിയ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജൂലൈ മാസം, ഇപ്പം അടുത്ത ബാച്ചിന് വേണ്ടി ഇനി ബാലൻസ് ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി പാസിങ് ഔട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, അവരുടെ ടോട്ടൽ കണക്ക് 2549 പേരാണ്. അപ്പം അവർ ജൂലൈ മാസത്തോടുകൂടി ഏകദേശം പാസിങ് ഔട്ടിൻ്റെ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റിന് മുന്നേ അവരും പാസിങ് ഔട്ട് ചെയ്യുമെന്നാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. അപ്പം ഞാൻ പറഞ്ഞ ഈ കണക്ക് 5622-ൽ 1852 പേര് പാസിങ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള കുറച്ച് പേര് അഡ്വൈസ് കിട്ടി. ഇപ്പോഴും ട്രെയിനിങ് ക്യാമ്പിൽ പോലും എത്താത്ത കുറച്ച് പേരുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് ഇടുന്നുണ്ട്. അത് 1118 പേരാണ്. അതുകൂടാണ്ട് അവരുൾപ്പെടെയും ഇനി പാസിങ് ഔട്ട് പോകാനുള്ള ആൾക്കാരുടെ കണക്കും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 3667 പേര് ഈ 8 ബറ്റാലിയനായിട്ട് WCP ഉൾപ്പെടെ 8 ബറ്റാലിയനായിട്ട് ഇനി പാസിങ് ഔട്ട് ചെയ്ത് ഇറങ്ങാനുണ്ട്. അപ്പോൾ നിലവിൽ ഇവരും കൂടെ ഇറങ്ങിയതിന് ശേഷമേ ക്യാമ്പ് ടോട്ടലി സത്യം പറഞ്ഞാൽ ഫ്രീ ആകുള്ളൂ. അപ്പോൾ നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്, അല്ലെങ്കിൽ നിലവിലുള്ള ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഒരു ഒരു ബാധ്യത തന്നെയാണ്. ഈ പഴയ ലിസ്റ്റിൽ ഈ അഡ്വൈസും കിട്ടി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ഈ കിടക്കുന്ന ഇത്രയും ആൾക്കാർ. അപ്പോൾ ഇവരും കൂടെ ഇറങ്ങിയാലും നമുക്ക് ആ ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസി മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ ക്യാമ്പ് എത്രത്തോളം റഷ് ആകുന്നോ അതിനനുസരിച്ച് ക്യാമ്പിലേക്കുള്ള നമ്മുടെ എൻട്രി അല്ലെങ്കിൽ ഒഴിവുകൾ റിപ്പോർട്ടായി അഡ്വൈസ് പോകുന്നതിൻ്റെ ആ ഒരു വേക്കൻസിയുടെ ഒരു കുറവ് വരും. അപ്പോൾ ആ റഷ് കുറയാൻ വേണ്ടി ഇത്രയും ആൾക്കാർ പാസിങ് ഔട്ട് ചെയ്ത് ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ അത് അടുത്ത മാസമായിട്ട് ഇറങ്ങുമെന്നാണ് അറിഞ്ഞത്. അപ്പം ഈ ഒരു 3667 കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ ക്യാമ്പ് വിട്ട് കുറേ പേരൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. നമുക്ക് ഒഫീഷ്യലി കിട്ടിയിരിക്കുന്ന കണക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനിടയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാരണം ഇട്ടിട്ട് പോയ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു കണക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വേരിയേഷനേ വരുള്ളൂ. അപ്പോൾ ഈ 3600 സംതിങ് പേരിൽ ഏകദേശം 2549 പേര് അടുത്ത 2 മാസത്തിനുള്ളിൽ പാസിങ് ഔട്ട് ചെയ്ത് ഇറങ്ങും. അപ്പം ആ ഒരു ഇതാണ് നമുക്ക് ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസി ആയിട്ട് ഇനി വരുന്നത്. ആ ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസിയിൽ എത്രത്തോളം നമുക്ക് തരുമെന്നുള്ളത് യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി അറിവുകൾ കിട്ടാൻ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വിവരങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം കിട്ടിയ അറിവുകളെല്ലാം ഞങ്ങളിവിടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ വീഡിയോ നേരത്തെ ചെയ്തിട്ടാണ്. അപ്പോഴേക്കാണ് ഈ ലിസ്റ്റ് വന്നത്. നിലവിൽ ബാലൻസ് ട്രെയിനിങ്ങിന് പോകാനുള്ളവരുടെ ഒരു ലിസ്റ്റ്, ഏതൊക്കെ ക്യാമ്പിൽ ഏതൊക്കെ ബറ്റാലിയനിലുള്ള എത്രത്തോളം ആൾക്കാരാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഇത് ഇന്ന് പബ്ലിഷ് ആയതാണ്. അപ്പോൾ അതിനകത്ത് MSPയും KP 5 155-44 പേരും കൂടെ MSP ട്രെയിനിങ് ക്യാമ്പിലും, SAP 215 പേര് SAP ട്രെയിനിങ് ക്യാമ്പിലും, KP 2 KP 1 127 138 പേര് KP 2 ട്രെയിനിങ് ക്യാമ്പിലും, KP 3 142 KP 3 ട്രെയിനിങ് ക്യാമ്പിലും, KP 4 112 പേര് KP 4 ക്യാമ്പിൽ തന്നെയും, WCPO ബറ്റാലിയൻ 185 പേര് കപ്പയിലും. സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിസ്റ്റാണ് ഒഫീഷ്യലി ഇന്ന് പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞ 3667 എന്ന കണക്കിൽ 2549 പേര് അടുത്ത 2 മാസത്തിനുള്ളിൽ പാസിങ് ഔട്ട് ആവും. ബാലൻസ് ട്രെയിനിങ്ങിന് പോകുന്നവരുടെ കണക്ക് 3118 പേരാണ്. അവർ ഈ വിവിധ ബറ്റാലിയന് ആൾക്കാർ വിവിധ ട്രെയിനിങ് ക്യാമ്പിൽ ഓർഡർ അനുസരിച്ച് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ആകുന്നതോടുകൂടിയാണ് നമ്മുടെ ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസി കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ലെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ലൈക്കുകളും വീഡിയോയ്ക്ക് നൽകുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റിലൂടെ നൽകുക. നമ്മൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്കുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ബൈ.